കേട്ടോളൂ സബ് ഇൻസ്പെക്ടർ, നീ ആരെയെങ്കിലും ശല്യപ്പെടുത്തിയാൽ ഞാൻ നിന്നെ ഇടിച്ച് നിന്റെ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. യുവതിയും സുന്ദരിയുമായ IPS ഓഫീസർ നേഹ ശർമ്മ തന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് ശക്തമായ സ്വരത്തിൽ പറഞ്ഞു. ഒരു രാത്രി നേഹ ശർമ്മ കീറിയ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ ഒരു പഴയ സൈക്കിളിൽ കയറി യാത്രയായി. രാത്രിയുടെ അവസാന യാമമായിരുന്നു അത്. അവളുടെ സൈക്കിൾ വിജനമായ റോഡിന്റെ നടുവിലൂടെ ഓടുകയായിരുന്നു. അതേ റോഡിൽ കുറച്ചു പോലീസുകാർ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കോൺസ്റ്റബിൾ സൈക്കിളിൽ വരുന്ന നേഹ ശർമ്മ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ മറ്റേ കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ഏതോ ഒരു ഭിക്ഷക്കാരി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്കും നേഹ ശർമ്മ അവരുടെ അടുത്തെത്തിയിരുന്നു. അവൾ പോലീസുകാരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് പോലീസുകാർ മതിമറന്നുപോയി. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ റോഡിന്റെ നടുവിൽ വന്ന് അവളുടെ വഴി തടഞ്ഞു. അവളെ ഭ്രാന്തനെ പോലെ നോക്കി നിന്നു. ജീപ്പിലിരുന്ന ഇൻസ്പെക്ടറുടെ കണ്ണുകൾ നേഹ ശർമ്മയിൽ പതിഞ്ഞിരുന്നു. അയാൾ ഉടൻ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി അവളെ അടിമുടി തുറിച്ചു നോക്കി. ആരാണ് നീ? ഈ സമയത്ത് എവിടെ നിന്നാണ് വരുന്നത്? നേഹ ശർമ്മ പറഞ്ഞു. സാബ്, ഞാനൊരു ഭിക്ഷക്കാരിയാണ്. യാചിച്ച ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇൻസ്പെക്ടർ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ അരയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, ഭിക്ഷക്കാരി ഇത്രയും സുന്ദരിയോ? ഇതെങ്ങനെ സാധ്യമാകും? ഇത് കേട്ട് ഇൻസ്പെക്ടറും മറ്റു പോലീസുകാരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. രാത്രി പൂർണ്ണമായും ഇരുണ്ടിരുന്നു. നേഹ ശർമ്മയുടെ ശ്വാസം വേഗത്തിലായി. അവളുടെ ഹൃദയം ധക് ധക് എന്ന് മിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻസ്പെക്ടർ പോക്കറ്റിൽ നിന്ന് 1000 രൂപയുടെ നോട്ടെടുത്ത് നേഹ ശർമ്മയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, 1000 രൂപ തരാം, എന്റെ കൂടെ വാ. ഇത് കേട്ട് നേഹ ശർമ്മ സ്തംഭിച്ചു പോയി. ഇൻസ്പെക്ടർ പെട്ടെന്ന് നേഹ ശർമ്മയുടെ കയ്യിൽ പിടിച്ച് സൈക്കിളിൽ നിന്ന് താഴെ ഇറക്കി സ്വന്തം വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നേഹ ശർമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കാൻ കഴിയുന്നതിന് മുൻപ് ഇൻസ്പെക്ടർ പറഞ്ഞു, വണ്ടിയിൽ കയറ്, എന്നിട്ട് ഞാൻ പറയാം. നേഹ ശർമ്മ ഭയത്തോടെ വണ്ടിക്കുള്ളിൽ കയറി. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, നീ എന്റെ വീട് വൃത്തിയാക്കണം. അതിനാണ് നിനക്ക് ഈ 1000 രൂപ തന്നത്. അതിനുശേഷം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. നേഹ ശർമ്മ പറഞ്ഞു. ശരി. ഇൻസ്പെക്ടർ ഇപ്പോൾ വണ്ടി ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലേക്ക് ഇറക്കി. രാത്രിയുടെ ഇരുട്ടും ആ ദുർഘടമായ വഴിയും കണ്ടപ്പോൾ നേഹ ശർമ്മയുടെ ഹൃദയം വീണ്ടും ധക് ധക് എന്ന് മിടിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ഇൻസ്പെക്ടർ വണ്ടി ഒരു പഴയ തകർന്ന കൊട്ടാരത്തിന്റെ അടുത്ത് നിർത്തി. നേഹ ശർമ്മയോട് പറഞ്ഞു, അകത്തേക്ക് നടക്ക്, ഇവിടെയാണ് വൃത്തിയാക്കേണ്ടത്. നേഹ ശർമ്മ ആശ്ചര്യത്തോടെ ചുറ്റും നോക്കി. ഈ വിജനമായ സ്ഥലത്ത് എവിടെയാണ് വൃത്തിയാക്കാനുള്ളത്? ഇൻസ്പെക്ടർ അവളെ തകർന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. മുന്നിൽ ഒരു തകർന്ന കോണിപ്പടി ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ നേഹ ശർമ്മയുടെ കയ്യിൽ പിടിച്ച് അവളെ കോണിപ്പടി കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി. നേഹ ശർമ്മ നിശബ്ദനായി അവനോടൊപ്പം നടന്നു. മുകളിൽ ഒരു അടഞ്ഞു കിടക്കുന്ന മുറിയുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ വേഗത്തിൽ വാതിൽ തുറന്നു പറഞ്ഞു, അകത്തു പോകൂ. നേഹ ശർമ്മ ഭയത്തോടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ വീക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. ഇൻസ്പെക്ടർ മനസ്സിലെന്തോ ചിന്തിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ നേഹ ശർമ്മ കണ്ണുകൊണ്ട് അവനെ തുറിച്ചു നോക്കി. ഇൻസ്പെക്ടർ സ്വയം ഒന്ന് നിയന്ത്രിച്ച് പോക്കറ്റിൽ നിന്ന് ഒരു തുണിയെടുത്ത് നേഹ ശർമ്മയുടെ കയ്യിൽ കൊടുത്തു. ഈ ഫർണിച്ചറിൽ പൊടി പിടിച്ചിട്ടുണ്ട്, ഇത് വൃത്തിയാക്കൂ. നേഹ ശർമ്മ തുണിയെടുത്ത് ഫർണിച്ചർ വൃത്തിയാക്കാൻ തുടങ്ങിയതും ഇൻസ്പെക്ടർ പെട്ടെന്ന് അവളുടെ പുറകിൽ വന്ന് നിന്നു. അവന്റെ മുഖത്ത് ഒരു വിചിത്രമായ ചിരിയുണ്ടായിരുന്നു. നേഹ ശർമ്മ ഒരു നിമിഷമൊന്ന് പതറി. ഇൻസ്പെക്ടർ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് പെട്ടെന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ചെക്ക് പോസ്റ്റിൽ നിന്നിരുന്ന മറ്റ് കോൺസ്റ്റബിൾമാർ ആയിരുന്നു. സാർ, പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരണം, ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ ഈ ക്ലീനിങ് നിർത്തിവെച്ചേക്ക്. എനിക്കെന്തോ അത്യാവശ്യമായി ഒരു ജോലി വന്നു. എന്റെ കൂടെ വേഗം വാ, നമുക്ക് പിന്നെ വരാം. നേഹ ശർമ്മയും ഇൻസ്പെക്ടറും വണ്ടിയിൽ കയറി. ചെക്ക് പോസ്റ്റ് വെച്ചിരുന്ന അതേ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾമാരുമായി കുറച്ച് സംസാരിച്ച ശേഷം നേഹ ശർമ്മയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, വരൂ, നമുക്കിപ്പോൾ പോകാം, ജോലി കഴിഞ്ഞു. നേഹ ശർമ്മയ്ക്ക് ഇപ്പോൾ ഇൻസ്പെക്ടറെ കുറിച്ച് അല്പം സംശയം തോന്നി തുടങ്ങിയിരുന്നു. അവൾ പറഞ്ഞു, ഞാനിപ്പോൾ പോവുകയാണ്.
ഈ 1000 രൂപ തിരികെ എടുത്തോളൂ. പക്ഷേ ഇൻസ്പെക്ടർ പറഞ്ഞു, വേഗം വണ്ടിയിൽ കയറ്. വൃത്തിയാക്കാനുള്ള ജോലിയും ചെയ്യാനുണ്ട്. അതിനുശേഷം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. നേഹ ശർമ്മ വണ്ടിയിൽ കയറി. സ്വയം പറഞ്ഞു, നോക്കട്ടെ ഇവൻ എവിടം വരെ പോകുമെന്ന്. ഇൻസ്പെക്ടർ ഇപ്പോൾ വണ്ടി റോഡിന്റെ മറുവശത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു. മനസ്സിൽ പറഞ്ഞു, ആ തകർന്ന കൊട്ടാരം ശരിയല്ല. ഇവളെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. രാത്രി പൂർണ്ണമായും ഇരുണ്ടിരുന്നു. വണ്ടി ഇപ്പോൾ കാലാവൻ എന്ന സ്ഥലത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ നേഹ ശർമ്മയുടെ ഉള്ളിൽ നേരിയ ഭയം തോന്നി. പക്ഷെ അവൾ IPS ഓഫീസർ ആയതിനാൽ സ്വയം നിയന്ത്രിച്ചു. ഇൻസ്പെക്ടർ പെട്ടെന്ന് ആ കറുത്ത കാടിന് നടുവിൽ വണ്ടി നിർത്തി. പറഞ്ഞു, വാ ഇറങ്ങാം. നേഹ ശർമ്മ അത്ഭുതത്തോടെ പറഞ്ഞു, ഇവിടെ എന്താണ് ജോലി? എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇൻസ്പെക്ടർ അവളുടെ കയ്യിൽ പിടിച്ചു. വാ, ഞാൻ പറയാം. രണ്ടുപേരും കാടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരത്തായി ഒരു തുണി കൊണ്ടുള്ള കുടിലുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ചെറിയ ചിരിയോടെ നേഹ ശർമ്മയെ അതിനടുത്ത് കൊണ്ടുപോയി. നേഹ ശർമ്മയുടെ ഹൃദയമിടിപ്പ് കൂടി. പക്ഷേ അവൾ നിശബ്ദമായി നോക്കി നിന്നു. ഇൻസ്പെക്ടർ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, വാ അകത്തേക്ക് കയറ്, കാടിനുള്ളിലേക്ക്. നേഹ ശർമ്മ ദേഷ്യത്തോടെ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഇവിടെ എന്താണ് വൃത്തിയാക്കേണ്ടത്? അവളുടെ സ്വരം ശ്രദ്ധിച്ച ഇൻസ്പെക്ടർ ഉടൻ തന്നെ സംസാരം മാറ്റി. നീ ഇപ്പോഴും എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റ് നിൽക്കൂ, ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ കുടിലിനുള്ളിലേക്ക് കടന്നു. അകത്തു പോയി പതിയെ പറഞ്ഞു, ബലപ്രയോഗം വേണ്ട. എങ്ങാനും പുറത്തുപോയി വാ തുറന്നാലോ? ഇവൾ എന്താണ് കരുതുന്നത്? വെറുതെ പോകാൻ അനുവദിക്കുമെന്ന് വിചാരിച്ചോ? കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നു. നേഹ ശർമ്മ അത്ഭുതത്തോടെ അവനെ നോക്കി. ഇൻസ്പെക്ടർ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരു കള്ളൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ അവൻ ഓടിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ നേഹ ശർമ്മയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കൂ, അനങ്ങരുത്, ഞാൻ ഇപ്പോൾ വരാം. ഇൻസ്പെക്ടർ വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. നേഹ ശർമ്മ ആശ്ചര്യത്തോടെ പുറകിൽ നിന്ന് എന്താണ് കാര്യം എന്ന് നോക്കി നിന്നു. നിമിഷങ്ങൾക്കകം ഇൻസ്പെക്ടർ വണ്ടിയിൽ നിന്ന് ഒരു ചുവന്ന വസ്ത്രമെടുത്ത് നേഹ ശർമ്മയുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ഈ വസ്ത്രം ധരിക്കുക. ഈ ഇടതൂർന്ന കാടിനുള്ളിൽ വെച്ച് എന്തിനാണ് വസ്ത്രം മാറാൻ പറയുന്നത് എന്ന് നേഹ ശർമ്മ ഓർത്തുപോയി. അവൾ ഇൻസ്പെക്ടറോട് എന്തെങ്കിലും ചോദിക്കുന്നതിനു മുൻപ് ഇൻസ്പെക്ടർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിഷ്കളങ്കമായ രീതിയിൽ പറഞ്ഞു, നിന്റെ വസ്ത്രങ്ങൾ വളരെ പഴയതായിരുന്നില്ലേ? കുടിലിനുള്ളിൽ പോയി ഇത് ധരിച്ചോളൂ. നേഹ ശർമ്മയ്ക്ക് ഇത് ശരിയായി തോന്നിയില്ല. എങ്കിലും അവൾ ആ വസ്ത്രങ്ങൾ വാങ്ങി കുടിലിനുള്ളിലേക്ക് പോയി. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ ചുവന്ന വസ്ത്രത്തിൽ പുറത്തു വന്നപ്പോൾ അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ഇൻസ്പെക്ടർ അവളെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്റെ ബോധം നഷ്ടപ്പെട്ടതുപോലെയായി. ഭ്രാന്തനെ പോലെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ അടുത്തെത്തിയ ഉടൻ നേഹ ശർമ്മ പെട്ടെന്ന് ഒന്ന് ചുമച്ചു. ഇൻസ്പെക്ടർ അവിടെ തന്നെ നിന്നു. രാത്രി പൂർണ്ണമായും ഇരുണ്ടിരുന്നു. ഈ ഇടതൂർന്ന കാടിനുള്ളിൽ ഇതൊന്നും ശരിയല്ലെന്ന് തോന്നിയപ്പോൾ നേഹ ശർമ്മ ഉടൻ തന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. വണ്ടിയുടെ അടുത്ത് വന്നു നിന്നു. ഇൻസ്പെക്ടർ ഇപ്പോഴും അവളെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ പറഞ്ഞു, എത്ര സുന്ദരിയായിരിക്കുന്നു. അപ്പോൾ നേഹ ശർമ്മ ഉറക്കെ പറഞ്ഞു, ജോലി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാമോ? ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. ഓ ശരി ശരി, പോകാം. എന്നിട്ട് അവൻ വേഗത്തിൽ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. രണ്ടുപേരും വണ്ടിയിൽ കയറി. ഇപ്പോൾ വണ്ടി ആ ഇടതൂർന്ന കാടിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് നേഹ ശർമ്മ പറഞ്ഞത്, ഇപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവിടൂ, സമയം ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ഇൻസ്പെക്ടർ അവളെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ വിഷയം മാറ്റി പറഞ്ഞു, ഓ ശരി, ഇപ്പോൾ കൊണ്ടുവിടാം. പക്ഷേ നീ എന്തോ മറന്നതുപോലെ തോന്നുന്നു. എന്താണ് മറന്നതെന്ന് നേഹ ശർമ്മ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വണ്ടി കാട്ടിൽ നിന്ന് പുറത്തു വന്ന് നീങ്ങാൻ തുടങ്ങി. നേഹ ശർമ്മ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ചുറ്റും മലകൾ മാത്രം കണ്ടു. നിമിഷങ്ങൾക്കകം ഇൻസ്പെക്ടർ വണ്ടി ഒരു വിജനമായ ഉയർന്ന കുന്നിന്റെ അടുത്ത് നിർത്തി. പെട്ടെന്ന് അവൻ വണ്ടിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നു. വണ്ടിയിലിരുന്ന നേഹ ശർമ്മ ആശ്ചര്യത്തോടെയും ഭയത്തോടെയും ഇത് നോക്കി നിന്നു.
അപ്പോൾ ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു, ഈ സ്ഥലം നന്നായി തോന്നുന്നു. ഇത് വേണ്ടെങ്കിൽ മറ്റൊന്ന്. എന്റെ പക്കൽ എത്ര താവളങ്ങളുണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ. ഇൻസ്പെക്ടർ പുറത്തുനിന്ന് വണ്ടിയുടെ വാതിൽ തുറന്നുകൊണ്ട് നേഹ ശർമ്മയോട് പറഞ്ഞു, പുറത്തേക്ക് വരൂ. രാത്രിയുടെ അവസാന യാമമായിരുന്നു അത്. ഇവിടെ ദൂരെയെങ്ങും മനുഷ്യന്റെ ഒരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നേഹ ശർമ്മ പറഞ്ഞു, എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇൻസ്പെക്ടർ അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ പറഞ്ഞു, സമയം കുറവാണ്, വേഗം എന്റെ പിന്നാലെ വരൂ. നിമിഷങ്ങൾക്കകം ഇൻസ്പെക്ടർ ഉയർന്ന കുന്നിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അല്പം മുകളിലെത്തി താഴേക്ക് നോക്കിയപ്പോൾ നേഹ ശർമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു, നീ അവിടെ എന്തിനാണ് നിൽക്കുന്നത്? മുകളിലേക്ക് വരൂ. നേഹ ശർമ്മ ചുറ്റും നോക്കി. രാത്രിയുടെ ഇരുട്ടിൽ ഭയപ്പെടുത്തുന്ന മലകൾ കൂടുതൽ ഭീകരമായി തോന്നി. ഇപ്പോൾ നേഹ ശർമ്മ അവന്റെ പിന്നാലെ ആ ഉയർന്ന കുന്നിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവൾ തന്റെ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ ഇൻസ്പെക്ടർ ഒന്ന് പുഞ്ചിരിച്ചു. വേഗം വേഗം വരൂ, മല വളരെ ഉയരമുള്ളതാണ്. ഇപ്പോൾ ഇൻസ്പെക്ടറും നേഹ ശർമ്മയും മലയുടെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിൽ എത്തിയിരുന്നു. നേഹ ശർമ്മ അരികിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇൻസ്പെക്ടർ പിന്നിൽ നിന്ന് അവളെ നോക്കി. പതിയെ പതിയെ പതുങ്ങിയ കാലടികളോടെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തെത്തിയ ഉടൻ ഇൻസ്പെക്ടർ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് മുന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു, തള്ളിയിടട്ടെ? നേഹ ശർമ്മ ആകെ വിറച്ചുപോയി. അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോ? എന്താണിത് ചെയ്യുന്നത്? ഇൻസ്പെക്ടർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഞാൻ തമാശ പറഞ്ഞതാണ്, നീ പേടിച്ചുപോയോ? അപ്പോൾ നേഹ ശർമ്മ അരികിൽ നിന്ന് മാറി മലയുടെ നടുവിലുള്ള ഒരു പാറക്കെട്ടിൽ ചെന്ന് നിന്നു. ഇൻസ്പെക്ടറും അവളുടെ പിന്നാലെ വന്ന് അവളുടെ അടുത്തേക്ക് നിന്നു. നേഹ ശർമ്മ കടുപ്പമുള്ള സ്വരത്തിൽ ചോദിച്ചു, ഈ രാത്രിയുടെ ഇരുട്ടിൽ ഈ വിജനമായ മലയുടെ മുകളിൽ വന്നതിന്റെ ഉദ്ദേശം എനിക്കിപ്പോൾ ചോദിക്കാമോ? അപ്പോൾ ഇൻസ്പെക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ദേശം അറിയാം, കുറച്ച് ക്ഷമിക്കൂ, എന്റെ കൂടെ വരൂ. നിമിഷങ്ങൾക്കകം ഇൻസ്പെക്ടർ മലയുടെ അവസാന ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലുണ്ടായിരുന്നു. കുടിലിനടുത്തെത്തിയ ഇൻസ്പെക്ടർ നേഹ ശർമ്മയെ വിളിച്ചു, വേഗം വരൂ. അവിടെ നിന്നിരുന്ന നേഹ ശർമ്മ സ്വയം പറഞ്ഞു, ഈ ഇൻസ്പെക്ടറുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല, പക്ഷെ എന്റെ ജോലിയും പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. നേഹ ശർമ്മ ഇപ്പോൾ ആ ഭീകരമായ വിജനമായ മലയുടെ മുകളിൽ പതിയെ പതിയെ കുടിലിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി. രാത്രി പൂർണ്ണമായും വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ആകാശവും പൂർണ്ണമായി കറുത്തിരുന്നു. നേഹ ശർമ്മ കുടിലിനടുത്തെത്തിയതും ഇൻസ്പെക്ടർ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. അവളുടെ കയ്യിൽ പിടിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി, നീ എത്ര കാലം ഈ ദാരിദ്ര്യമുള്ള ജീവിതം ജീവിക്കും? എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യ. നീ ഇത്രയും സുന്ദരിയും ചെറുപ്പവുമാണ്. നിനക്ക് കൊട്ടാരങ്ങളിൽ കഴിയണ്ടേ? ഇൻസ്പെക്ടർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേഹ ശർമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. അവൾ പതിയെ തന്റെ കാലുകൾ പിന്നോട്ട് വെക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ അവളുടെ കണ്ണുകളിൽ നോക്കി അവളുടെ അടുത്തേക്ക് നടന്നു. ഇപ്പോൾ നേഹ ശർമ്മ പിന്നോട്ട് മാറി മലയുടെ അരികിലെത്തിയിരുന്നു. ആ ഉയരം കൂടിയ കൊടുമുടിയിൽ നിന്ന് താഴെയുള്ള ആഴത്തിലേക്ക് വീഴാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ഞെട്ടലോടെ തന്റെ അടുത്തേക്ക് വലിച്ചത്. അവൾ ഇൻസ്പെക്ടറുടെ നെഞ്ചിൽ തട്ടി നിന്നു. ഇൻസ്പെക്ടറുടെ മുഖത്ത് ഒരു വിചിത്രമായ ചിരി വന്നു. നേഹ ശർമ്മയുടെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി. അവൾ കണ്ണുകളടച്ച് വേഗത്തിൽ ശ്വാസമെടുക്കുകയായിരുന്നു. ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ മനസ്സിൽ പുഞ്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഈ സ്ഥലം എനിക്കൊട്ടും ശരിയല്ലെന്ന് തോന്നുന്നു, വരൂ, നമുക്കിപ്പോൾ പോകാം. അവൾ പെട്ടെന്ന് കുടിലിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇൻസ്പെക്ടർ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ, നമ്മളിവിടെ ചെയ്യാൻ വന്ന ജോലി ബാക്കിയുണ്ടല്ലോ. നേഹ ശർമ്മ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്ത് ജോലിയാണ് ബാക്കിയുള്ളത്? ഇൻസ്പെക്ടർ പറഞ്ഞു, വാ, എന്റെ കൂടെ വരൂ. അവിടെ വളരെ ആഴമുള്ള ഒരു കുഴി ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഇപ്പോൾ കുഴിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഒരു സ്യൂട്ട് കേസ് പുറത്തേക്ക് കൊണ്ടുവന്നു. നേഹ ശർമ്മ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് ഇൻസ്പെക്ടർ നേഹ ശർമ്മയുടെ കൈകൾ തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു,
നിനക്ക് വേണമെങ്കിൽ ഈ സ്യൂട്ട് കേസ് നിന്റേതാകാം. ഇൻസ്പെക്ടർ ആ സ്യൂട്ട് കേസ് തുറന്നു. അത് പണം കൊണ്ട് നിറഞ്ഞതായിരുന്നു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ എന്ന് പറയൂ, ഇത് നിന്റേതാകും. നേഹ ശർമ്മയുടെ മുഖത്ത് നേരിയ പുഞ്ചിരി വിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നീട് രണ്ടുപേരും ആ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വണ്ടിയുടെ അടുത്തെത്തി. പണം കണ്ടപ്പോൾ നേഹ ശർമ്മയുടെ പെരുമാറ്റം പെട്ടെന്ന് മാറാൻ തുടങ്ങിയിരുന്നു. അവൾ അപ്പോൾ ഇൻസ്പെക്ടറുടെ അടുത്ത് വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പണം ശരിക്കും എന്റേതാകുമോ? ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ. ഇപ്പോൾ നേഹ ശർമ്മ സ്വയം വണ്ടിയിൽ കയറിയിരുന്നു. ഇൻസ്പെക്ടറോട് പറഞ്ഞു, വാ പോകാം. വണ്ടി ഇപ്പോൾ മലയോര പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. നേഹ ശർമ്മ ഇൻസ്പെക്ടറോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെയും സ്ഥലങ്ങളുണ്ടോ? ഇൻസ്പെക്ടർ പറഞ്ഞു, അതെ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നേഹ ശർമ്മ പറഞ്ഞു, ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാം. എനിക്ക് ഇത്രയും പണം പോരാ, ഇനിയും വേണം. ഇൻസ്പെക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, നിനക്ക് എത്ര വേണമെങ്കിലും എടുത്തോളൂ. നിമിഷങ്ങൾക്കകം വണ്ടി ഭീകരവും വിജനവുമായ ഒരു കാൽനട പാതയിലേക്ക് കയറി. അവിടെ മരങ്ങളുടെ ഇലകൾ താഴെ ചിതറിക്കിടന്നിരുന്നു. ആ സ്ഥലത്ത് ഭയം തോന്നിയിരുന്നു. ആ കാൽനട പാതയുടെ ഒരു കോണിൽ ഒരു വിജനമായ ദർഗയുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ പെട്ടെന്ന് ആ വിജനമായ ദർഗയുടെ അടുത്തേക്ക് ബ്രേക്ക് ചെയ്തു. നിമിഷങ്ങൾക്കകം നേഹ ശർമ്മ സ്വയം വണ്ടിയിൽ നിന്നിറങ്ങി പുറത്തു വന്നു. വാ പോകാം. ഇൻസ്പെക്ടർ വണ്ടിയിൽ നിന്നിറങ്ങി നേഹ ശർമ്മയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, വാ, എന്തൊരു ധൈര്യം! നിനക്ക് ഈ സ്ഥലത്തെ പേടിയില്ലേ? നേഹ ശർമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണത്തിന് മുന്നിൽ എന്തിനാണ് ഭയം? ഇൻസ്പെക്ടർ ചിരിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം രണ്ടുപേരും ആ വിജനമായ ദർഗയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ ഇൻസ്പെക്ടർ വിജനമായ ദർഗയുടെ ഒരു മൂലയിൽ പോയി കുഴിക്കാൻ തുടങ്ങി. നേഹ ശർമ്മ പിന്നിൽ നിന്ന് നോക്കി. നിമിഷങ്ങൾക്കകം ഇൻസ്പെക്ടർ ആ കുഴിയിൽ നിന്ന് ഒരു ബാഗ് എടുത്തു. നേഹ ശർമ്മയുടെ കയ്യിൽ കൊടുത്തു. നേഹ ശർമ്മ ആ ബാഗ് തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. ആ ബാഗ് നിറയെ പുതിയ 500 രൂപയുടെ നോട്ടുകെട്ടുകളായിരുന്നു. നേഹ ശർമ്മയ്ക്ക് സന്തോഷം അടക്കാനായില്ല. ഒരു ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ ഒടുവിൽ താൻ എത്തിച്ചേർന്ന ഈ മുഹൂർത്തം, ഈ അനധികൃത സ്വത്തിന്റെ കൂമ്പാരം അവളുടെ ഉള്ളിലെ യഥാർത്ഥ ലക്ഷ്യത്തെ താൽക്കാലികമായി മറച്ചു. അപ്പോൾ അവൾ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് വന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇതും എന്റേതാകുമോ? ഇൻസ്പെക്ടർ തലയാട്ടിക്കൊണ്ട് അവളുടെ തോളിൽ കൈവച്ചു. നീ എന്റെ വാക്ക് കേൾക്കൂ, ഇതൊന്നും ഒന്നുമല്ല. നേഹ, നീ എന്നോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഇതിലും വലിയ ജീവിതം നൽകും. ഇവിടെ ഈ ഇരുളിൽ നമ്മൾ മാത്രമേയുള്ളൂ. ഈ പണം നമ്മുടെ പുതിയ തുടക്കത്തിനുള്ള ആദ്യ പടി മാത്രമാണ്. അവന്റെ കണ്ണുകളിൽ അത്യാഗ്രഹവും വിജയിച്ചതിന്റെ ഭാവവും നിറഞ്ഞിരുന്നു. നേഹ ശർമ്മ മെല്ലെ പുഞ്ചിരിച്ചു. തുടക്കം, അതെ, ഇതെന്റെ ദൗത്യത്തിന്റെ നിർണായകമായ തുടക്കം തന്നെയാണ്. അവളുടെ മറുപടിയിലെ പരുപരുത്ത ശബ്ദം ഇൻസ്പെക്ടറെ ഒന്ന് ഞെട്ടിച്ചു. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. എന്ത് ദൗത്യം? അവൾ കയ്യിലുള്ള പണക്കിഴി നിലത്തേക്ക് വെച്ചു. എന്നിട്ട് വളരെ വേഗത്തിൽ ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ ഒളിപ്പിച്ചു വെച്ച തന്റെ IPS ബാഡ്ജ് പുറത്തെടുത്തു. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ദൗത്യം ഇവിടെ വെച്ച് അവസാനിക്കുന്നു, ഇൻസ്പെക്ടർ. അവളുടെ ശബ്ദം കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് അലയടിച്ചു. ഇൻസ്പെക്ടർ ഒന്ന് പിന്നോട്ട് മാറി. അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു. പകരം ഭയവും അവിശ്വാസവും നിഴലിച്ചു. നീ നീ ആരാണ്? ഞാൻ IPS ഓഫീസർ നേഹ ശർമ്മ. നിങ്ങളുടെ അഹങ്കാരവും അധികാര ദുർവിനിയോഗവും സ്ത്രീകളോടുള്ള നിങ്ങളുടെ മോശം പെരുമാറ്റവും ഈ അനധികൃത സമ്പാദ്യവും നേരിട്ട് കാണാൻ ഞാൻ ഈ ദൗത്യം സ്വയം ഏറ്റെടുത്തതാണ്. അവൾ നിവർന്നു നിന്നു. അവൻ പരിഭ്രാന്തനായി ചുറ്റും നോക്കി. ഇത് ഇത് വിശ്വാസവഞ്ചനയാണ്. നീ ഒരു ഭിക്ഷക്കാരി ആയിരുന്നു. ഒരു ഭിക്ഷക്കാരിയെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ വേഷം കെട്ടിയത്. നിങ്ങൾ ഓരോ നിമിഷവും സ്വയം കുടുക്കിലാക്കി. ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തിയപ്പോൾ, ആ വിജനമായ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, മലയുടെ മുകളിൽ വെച്ച് തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ, ഓരോന്നും എന്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ ആക്രോശിച്ചു. വിഡ്ഢിത്തം! ഇവിടെ എനിക്കെതിരെ സാക്ഷിയായി ആരുമില്ല. നേഹ ശർമ്മ ശാന്തയായി ചിരിച്ചു. ഞാനാണ് സാക്ഷി, ഇൻസ്പെക്ടർ. മാത്രമല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വാഹനം ഇത്രയും വിജനമായ സ്ഥലങ്ങളിലൂടെ ഓടിച്ചപ്പോൾ ഞാൻ നിശബ്ദയായി ഇരിക്കുകയായിരുന്നു എന്ന്? നിങ്ങൾ കാണാതെ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ച ഈ ചെറിയ ഉപകരണത്തിൽ ഈ രാത്രിയിലെ ഓരോ വാക്കും ഓരോ ചലനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ കയ്യിലുണ്ടായിരുന്ന ചെറിയ റെക്കോർഡിംഗ് ഉപകരണം ഉയർത്തിക്കാട്ടി. ഇൻസ്പെക്ടർ ആകെ തകർന്നുപോയി. അവന്റെ ശരീരം വിറച്ചു. അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നേഹ ശർമ്മ തന്റെ യൂണിഫോമിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച വയർലെസ് സെറ്റ് എടുത്തു. ഓപ്പറേഷൻ നൈറ്റ് ഫ്ലാഷ് കംപ്ലീറ്റ്. അനധികൃതമായി സമ്പാദിച്ച പണവും ഇൻസ്പെക്ടറും എന്റെ കസ്റ്റഡിയിലാണ്. നിമിഷങ്ങൾക്കകം അടുത്തുള്ള മറവിൽ ഒളിപ്പിച്ചു നിർത്തിയിരുന്ന പോലീസ് ജീപ്പുകളുടെ ശബ്ദം മുഴങ്ങി. ഉയർന്ന ബീം ലൈറ്റുകൾ ആ വിജനമായ ദർഗയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ ഞെട്ടലോടെ നോക്കി നിൽക്കെ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ഒരു സംഘം പോലീസുകാർ അവിടേക്ക് പാഞ്ഞെത്തി. സബ് ഇൻസ്പെക്ടർ ഓടിവന്ന് നേഹ ശർമ്മയ്ക്ക് സല്യൂട്ട് നൽകി. മാഡം, ഓപ്പറേഷൻ വിജയിച്ചു. നേഹ ശർമ്മ ആ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെന്നു. കേട്ടോളൂ ഇൻസ്പെക്ടർ, നീ ആരെയെങ്കിലും ശല്യപ്പെടുത്തിയാൽ ഞാൻ നിന്നെ ഇടിച്ച് നിന്റെ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇതെന്റെ വാക്കാണ്. IPS ഓഫീസർ നേഹ ശർമ്മ തന്റെ പ്രതികാരം പൂർത്തിയാക്കിയ രാത്രിയായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു IPS ഓഫീസറുടെ തന്റെ കടമയോടുള്ള അർപ്പണത്തിന്റെ കഥയാണ്. അധികാരം ദുരുപയോഗം ചെയ്യുന്നവർക്ക് കാലം കാത്തുവെച്ച ശിക്ഷയുടെ കഥ. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ആകാംക്ഷയും ഉദ്യോഗവും നിറഞ്ഞ കൂടുതൽ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ മലയാളി വോയിസ് എന്ന ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഥകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് പ്രോത്സാഹനമായാലും വിമർശനമായാലും, ഞങ്ങൾക്ക് കൂടുതൽ മികച്ച കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചോദനമാകും. നന്ദി. വീണ്ടും മറ്റൊരു ത്രില്ലിംഗ് കഥയുമായി കാണാം.